ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും നിരവധി തുടർ പഠന അവസരങ്ങളുമായിട്ട് LBSൻ്റെ ഭാഗത്തുനിന്ന്, അതായത് കേരള ഗവൺമെൻറ് കീഴിലുള്ള LBSൻ്റെ ഭാഗത്തുനിന്ന് നിരവധി കോഴ്സുകളാണ് അപേക്ഷ വിളിക്കാൻ പോകുന്നത്. കൂടാതെ നിലവിൽ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ തന്നെ LBSൻ്റെ ഭാഗത്തുനിന്ന് വിവിധ കോഴ്സുകളോട്ടുള്ള ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും, അതായത് പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ, തുടർ പഠനത്തിന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൃത്യമായിട്ട് LBSൻ്റെ ഭാഗത്തു നിന്നുള്ള കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ആമുഖമായിട്ട് ഉറപ്പെടുത്തുകയാണ്. അതായത് വിവിധ കോഴ്സുകളായിട്ടുള്ള കോമൺ ആയിട്ടുള്ള വിവിധ കോഴ്സുകളായിട്ടുള്ള BSc നഴ്സിംഗ് കോഴ്സുകൾ, അതേപോലെ തന്നെ ഡിഗ്രി പാരാമെഡിക്കൽ കോഴ്സുകൾ, കാരണം വിവിധ ഡിഗ്രി പാരാമെഡിക്കൽ കോഴ്സുകൾ, കൂടാതെ മറ്റു ഡിപ്ലോമ കോഴ്സുകൾ, അതേപോലെ ബാച്ചലർ ഓഫ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, MCA ഉൾപ്പെടെയുള്ള വിവിധ, അതായത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി ലെവലിലെ പ്രൊഫഷണൽ കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളും, അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള MCA ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളാണ് LBSൻ്റെ ഭാഗത്തു നിന്ന് വിളിക്കാറുള്ളത്. അപ്പം നിലവിൽ LBSൻ്റെ ഭാഗത്തു നിന്നുള്ള ടോട്ടലി ഏതൊക്കെയാണ് കോഴ്സുകളെന്നും ഇപ്പോൾ കറൻ്റ്ലി വിദ്യാർത്ഥികൾക്ക്, പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും ഡിഗ്രി വിദ്യാർത്ഥികളും, അത് എനി സ്ട്രീം, ഏത് സ്ട്രീമിലുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന കോഴ്സുകളെ കുറിച്ചാണ് വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ LBSൻ്റെ ഭാഗത്തു നിന്ന് അഡ്മിഷൻ എപ്പോഴാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നിലവിൽ ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വിശദമായി വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഇത്തരത്തിൽ വീഡിയോകൾ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ആമുഖമായിട്ട് ഉറപ്പെടുത്തണം. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ LBS എന്ന് പറയുമ്പോൾ കേരള ഗവൺമെൻറ് കീഴിലുള്ള വിവിധ കോഴ്സുകൾ അപേക്ഷ വിളിക്കുന്ന പ്രധാനപ്പെട്ട കേരള ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനമാണ് LBS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് LBS അതായത് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, മെയിനായിട്ട് സയൻസ് മേഖലയിൽ, അതായത് ടെക്നോളജി മേഖലയിലുള്ള കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാലും ചില കോഴ്സുകൾ എല്ലാ സ്ട്രീമിലുള്ള വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നിലവിൽ പ്രധാനമായിട്ടും 4 കോഴ്സുകളോട്ട് കറൻ്റ്ലി അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. അതായത് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന കോഴ്സ്, അതേപോലെ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന കോഴ്സുകൾ ഒക്കെ ടോട്ടൽ 4 കോഴ്സുകൾ ഇപ്പോൾ തന്നെ LBSൻ്റെ ഭാഗത്തുനിന്ന് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന കോഴ്സുകളാണ് BSc നഴ്സിംഗും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളും. അപ്പോൾ ഓൾറെഡി BSc നഴ്സിംഗ് അതേപോലെ തന്നെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ ഓൾ ഇന്ത്യ തലത്തിൽ എയിംസിൻ്റെ അണ്ടറിൽ ഓൾറെഡി അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ തൊട്ടടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. കാരണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലസ് ടുക്കാർക്ക് വേണ്ടി, ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരുന്നു. കാരണം പല കോഴ്സുകളായിട്ടുമുള്ള അഡ്മിഷൻ്റെ അപേക്ഷ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ പല എൻട്രൻസ് പരീക്ഷകളുടെയും അപേക്ഷ വിളിക്കുകയും അപേക്ഷ ടൈം കഴിയുകയും ചെയ്യാറുണ്ട്. അതിൽ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എൻട്രൻസ് പരീക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾ കൃത്യമായിട്ട് ഒരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ വിവിധ കോഴ്സുകൾ അഡ്മിഷൻ സമയം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. കാരണം കഴിഞ്ഞ ദിവസം ITEP പോലെയുള്ള, അതായത് ഇൻ്റഗ്രേറ്റ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പോലെയുള്ള വിവിധ മത്സര പരീക്ഷകളുടെ അപേക്ഷ കഴിഞ്ഞോ എന്ന് ചോദിച്ചിരുന്നു. അതായത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ ഫെബ്രുവരി മാസം തന്നെ ITEP പോലുള്ള കോഴ്സുകൾ അപേക്ഷ വിളിച്ചിരുന്നു. അതിൽ CUTയുടെ അപേക്ഷ വിളിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കോഴ്സുകളുടെ അപേക്ഷയ്ക്ക് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ അവസരം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി പരമാവധി ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയുന്നതായിരിക്കും. അപ്പം നിലവിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഓൾ ഇന്ത്യ തലത്തിലുള്ള BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാലും ഓർമ്മപ്പെടുത്തുകയാണ്, ഏകദേശം ഈ മാസം ഒരു വീക്ക് കൂടിയാണ് എയിംസിൻ്റെ അണ്ടറുള്ള വിവിധ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ എൻട്രൻസ് പരീക്ഷയുടെ അപേക്ഷ കൊടുക്കാനുള്ള സമയം. അപ്പോൾ കൃത്യമായ വിദ്യാർത്ഥി ജസ്റ്റ് എയിംസിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് പരിശോധിക്കുക. അതുമായി ബന്ധപ്പെട്ട സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ നമുക്ക് കേരളത്തിലോട്ട് വരികയാണെങ്കിൽ കേരളത്തിലുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള, അതായത് ഗവൺമെൻറ് കോളേജസ് അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജിലോട്ടുള്ള മുഴുവൻ കോഴ്സുകളുടെയും, അതായത് BSc നഴ്സിംഗ് പാരാമെഡിക്കൽ ഉൾപ്പെടെയുള്ള മുഴുവൻ കോഴ്സുകളുടെയും അപേക്ഷ വിളിക്കുന്നത് LBS ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ LBSൻ്റെ ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് അടിസ്ഥാനത്തിലാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. എന്നാൽ തൊട്ട് കഴിഞ്ഞ വർഷം LBSൻ്റെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ കോഴ്സുകൾക്കും സാധാരണ രീതിയിലുള്ള മെഡിക്കൽ മേഖലയിലുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള സാധാരണ രീതിയിലുള്ള ഒരു എൻട്രൻസ് പരീക്ഷയെ അടിസ്ഥാനമാക്കിയിട്ട് അഡ്മിഷൻ കൊടുക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷവും LBSൻ്റെ ഭാഗത്തു നിന്ന് വിദ്യാർത്ഥികളുടെ പ്ലസ് ടുവിൻ്റെ അല്ലെങ്കിൽ ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അക്കാഡമിക് ഇയറിലും അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടു റിസൾട്ട് വന്നതിന് ശേഷം
ശേഷം റിസൾട്ടിൻ്റെ അത് +2ൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുക. ഇനി അതല്ല ഇതുമായി ബന്ധപ്പെട്ട് LBSൻ്റെ ഭാഗത്തു നിന്ന് കോമൺ ആയിട്ടുള്ള എൻട്രൻസ് എക്സാം വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫൈനൽ അപ്ഡേറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമതായിട്ട് അതായത് ഇപ്പോൾ വിളിച്ചിട്ടുള്ള 4 കോഴ്സുകൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. അതായത് ജസ്റ്റ് LBSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ജസ്റ്റ് ഗൂഗിൾ തന്നെ നിങ്ങൾ ജസ്റ്റ് LBScenter.in എന്നടിച്ചു കഴിഞ്ഞാൽ, അത് LBScenter.in അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നിലവിൽ വിളിച്ചിട്ടുള്ള 4 കോഴ്സുകൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഏതൊക്കെ കോഴ്സുകൾ നമുക്ക് നോക്കാം. അത് ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒന്നാമത്തെ കോഴ്സാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 5ാമത്തത് നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ, അതായത് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസിൽ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഈ ഒരു കോഴ്സ് ഏകദേശം മെയ് ലാസ്റ്റോടുകൂടെ മെയ് ജൂൺ ഈ സമയത്തായിരിക്കും ഇതിൻ്റെ അഡ്മിഷൻ നോട്ടിഫിക്കേഷനൊക്കെ വിളിക്കുക. അതായത് റിസൾട്ട് +2 റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് LBSൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രൊഫഷണൽ ഡിഗ്രി അതേപോലെ തന്നെ നേഴ്സിംഗ് കോഴ്സുകൾക്ക് അപേക്ഷ വിളിക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ ഏകദേശം എല്ലാ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പ്രോസ്പെക്ട്സ് എന്ന് കാണാൻ സാധിക്കും. ആ ഒരു പ്രോസ്പെക്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ എല്ലാ കാര്യങ്ങളും കോളേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് ഗവൺമെൻറ് കോളേജ്, ഏതൊക്കെയാണ് ഗവൺമെൻറ് അല്ലാതെ സെൽഫ് ഫിനാൻസ് സ്കൂളൊക്കെ നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഏകദേശം പാരാമെഡിക്കൽ അതേപോലെ BSc നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ A to Z കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കി വെക്കുക. ഇനി അതുപോലെ മലയാളത്തിൽ വേണമെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് മലയാളത്തിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഡിഗ്രി കോഴ്സ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് LBSൻ്റെ ഈ ഒരു പ്രൊഫഷണൽ ഡിഗ്രി പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറയുമ്പോൾ പാരാമെഡിക്കൽ ആണെങ്കിലും അത് ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ ഒന്നാമത് നിങ്ങൾ നോക്കുക BSc നേഴ്സിംഗ്, അതേപോലെ തന്നെ MLT, അതേപോലെ തന്നെ പെർഫ്യൂഷൻ ടെക്നോളജി, അതുപോലെ ഒപ്റ്റോമെട്രി, അതേപോലെ BPT, അതേപോലെ സ്പീച്ച് ലാംഗ്വേജ്. അപ്പോൾ എല്ലാ കോഴ്സും ഇതിൽ 12 കോഴ്സുകളാണ് കഴിഞ്ഞ വർഷം വിളിച്ചത്, ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി വരെ. അപ്പോൾ ഈ 12 കോഴ്സുകളും വ്യത്യസ്തമായിട്ടുള്ള വിവിധ സാധ്യതകളുള്ള കോഴ്സുകൾ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്പർ 1, അതായത് നമ്മൾ ഏത് സമയത്തും ഏത് കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിലും മെഡിക്കൽ ഫീൽഡിൻ്റെ സാധ്യത കൂടുകയല്ല, അത് ഒരിക്കലും കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേവലം MBBS അല്ലെങ്കിൽ ജസ്റ്റ് മറ്റുള്ള ജസ്റ്റ് മെഡിസിൻ പോലുള്ള കോഴ്സുകൾ മാത്രം ആശ്രയിക്കാതെ ധാരാളം മെഡിക്കൽ കോഴ്സ്, അത് പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുമെന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഓരോ കോഴ്സിനും വളരെയധികം സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഈ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾ അല്ലാത്ത മറ്റു വിവിധതരം ഡിപ്ലോമ കോഴ്സുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിപ്ലോമ കോഴ്സുകൾ സ്വാഭാവികമായിട്ടും ഈ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾ വിളിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഡിപ്ലോമ കോഴ്സുകൾ വിളിക്കുക. അപ്പോൾ അത് സ്വാഭാവികം ഡിപ്ലോമ എന്ന് പറയുമ്പോൾ 1-2 വർഷത്തെ കോഴ്സുകളാണ്. അപ്പോൾ ഡിപ്ലോമ കോഴ്സിന് സാധ്യതയില്ല എന്നല്ല, ഡിപ്ലോമ കോഴ്സിനേക്കാളും ഒരു ഡിഗ്രിക്ക് തുല്യതയുള്ള കോഴ്സ് എടുക്കുക. അതിനും കഴിയാത്തവർ മാത്രം ഡിപ്ലോമ കോഴ്സിലോട്ട് ആശ്രയിക്കുക. ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫാർമസി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ്. പാരാമെഡിക്കൽ തന്നെ വിവിധ കോഴ്സുകൾ ഈ പറയുന്ന 1-2 വർഷത്തെ ഡ്യൂറേഷനിൽ ഡിപ്ലോമ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രാധാന്യം നിങ്ങൾ ഈ പറയുന്ന പ്രൊഫഷണൽ ഡിഗ്രിക്ക് തന്നെ കൊടുക്കുക. രണ്ടാമത് മാത്രം നിങ്ങൾ ഈ ഡിപ്ലോമ കോഴ്സുകൾ, ഇപ്പോൾ ഇവിടെ ഡിപ്ലോമ കോഴ്സ് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയും പ്രോസ്പെക്ട്സ് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഡിപ്ലോമ കോഴ്സുകൾ, അതിൻ്റെ ഡ്യൂറേഷൻ ഉൾപ്പെടുന്ന മുഴുവൻ കാര്യം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരൊക്കെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഈ രീതിയിൽ പ്രോസ്പെക്ട്സ് ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഏത് പാരാമെഡിക്കൽ കോഴ്സാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ ധാരണ ഉണ്ടാക്കി വെക്കുക. അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് മറ്റുള്ള പല മേഖലയിലുള്ള ഔട്ട്സൈഡായിട്ടുള്ള കോളേജുകളിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നാമതായിട്ട് കേരളത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള ഗവൺമെൻറ് ആയിട്ടുള്ള LBSൻ്റെ കീഴിൽ തന്നെയുള്ള അപേക്ഷയ്ക്ക് തന്നെ നിങ്ങൾ കൊടുക്കുക. മറ്റു പ്രൈവറ്റിലേക്ക് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ അതൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം, കാരണം കേരളത്തിന് പുറമേയൊക്കെ ആണെങ്കിൽ കോളേജിൻ്റെ വാല്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഒരുപാട് ഇനി LBSൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ എപ്പോഴും നോട്ടിഫിക്കേഷൻ ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കാണാം. LBSൻ്റെ അണ്ടറുള്ള സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞ് പല മേഖലകളിലും അഡ്മിഷനൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ഇൻവാലിഡ് ആണെന്ന് LBSൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ പറയാറുണ്ട്. അതുകൊണ്ട് ഈ സയൻസ് മേഖലയിലുള്ള പാരാമെഡിക്കൽ പോലെയുള്ള മേഖലയിലോട്ട് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥി കൃത്യമായിട്ടുള്ളൊരു ഐഡിയ 100% ഉണ്ടാക്കിയതിന് ശേഷം മാത്രം കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലോ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം, അതായത് ഈ മേഖലയിലുള്ള വിദഗ്ധരായിട്ടുള്ളവരുടെ കൃത്യമായിട്ടുള്ള ഒരു കരിയർ സംബന്ധമായിട്ടുള്ള ഒരു ഗൈഡൻസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോഴ്സ് എടുക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ LBSൻ്റെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിലുള്ള കോഴ്സുകളൊന്നും യാതൊരു പ്രശ്നം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നില്ല. ആ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അതോടൊപ്പം തന്നെ നിലവിൽ അപേക്ഷ വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 4 കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ നിങ്ങൾക്ക് ഈ ഒരു
വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ നിങ്ങൾക്ക് അതായത് ഒന്നാമത്തത് അഡ്മിഷൻ ടു BDS അതായത് ബാച്ചിലർ ഓഫ് ഡിസൈൻ ഡിഗ്രി കോഴ്സ് എന്നുള്ള ഒരു കോഴ്സ് ഓൾറെഡി LBSൻ്റെ ഭാഗത്ത് നിന്ന് വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബാച്ചിലർ ഓഫ് ഡിസൈൻ LBSൻ്റെ ഭാഗത്തു നിന്നുള്ള അതായത് ഡിഗ്രി ലെവലിലുള്ള അതായത് പ്രൊഫഷണൽ ഡിഗ്രി ലെവലിലുള്ള പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജസ്റ്റ് കൂടുതൽ വിവരങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാനും ബാച്ചിലർ ഓഫ് ഡിസൈനിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യത. അപ്പോൾ ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കുക, അതായത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഹയർ സെക്കൻഡറി എക്സാം അത് ഏതെങ്കിലും ഒരു സ്ട്രീമിലുള്ള സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്ട്രീമിലുള്ള ഒരു +2 മാത്രമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ബാച്ചിലർ ഓഫ് ഡിസൈനിൻ്റെ എൻട്രൻസ് എക്സാം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പാരാമെഡിക്കൽ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിന് വ്യത്യസ്തമായിട്ട് എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ ബാച്ചിലർ ഓഫ് ഡിസൈനിൻ്റെ പ്രവേശന പരീക്ഷ അതായത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട പരീക്ഷാ കേന്ദ്രങ്ങൾ വെച്ച് പ്രവേശന പരീക്ഷ നടത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ അതായത് എൻട്രൻസ് പരീക്ഷ റിസൾട്ട് വന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന രീതിയിലുള്ള അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അതായത് ഓരോ ഘട്ടത്തിലും അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും. അതിനനുസരിച്ച് അഡ്മിഷൻ എടുക്കുന്ന രീതിയാണ്. ഇപ്പോൾ ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക LBSൻ്റെ ഭാഗത്തു നിന്നുള്ള അതായത് കേരളത്തിലെ AICTE അംഗീകാരമുള്ള 2025-26 അധ്യയന വർഷത്തേക്കുള്ള ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൈൻ മേഖലയിൽ ഇൻട്രസ്റ്റ് ഉള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്പർ 1 അതായത് ഒരു ഡിഗ്രി തലത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിഗ്രി തലത്തിൽ ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള ഡിസൈൻ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് LBSൻ്റെ ഭാഗത്ത് നിന്ന് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, മെയ് 22 വരെയാണ് ടൈം. അതുകൊണ്ട് തന്നെ നിലവിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കാം. ഇനി ഇപ്പോൾ +2 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം മെയ് ഫസ്റ്റ് വീക്കിൽ അതായത് മെയ് 2 or 3 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെയ് 22 വരെ അപേക്ഷ ടൈമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന +2കാർക്കുള്ള നമ്പർ 1 സൂപ്പർ കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് അഡ്മിഷൻ ടു BHMCT അതായത് സ്വാഭാവികം ശ്രദ്ധിക്കാം അത് ഹോട്ടൽ മാനേജ്മെൻറ്റ് തലത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട അതായത് കേരള ഹോട്ടൽ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി തലത്തിലുള്ള കോഴ്സാണ് LBSൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അതിൻ്റെയും അവസാന ഡേറ്റ് ശ്രദ്ധിക്കുക 22/5/2025 വരെ ടൈമുണ്ട്. അപ്പോൾ നിലവിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അത് ഓൾറെഡി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം. ഇനി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും കൃത്യമായിട്ടുള്ള സമയം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിനും അതായത് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടാണ് അഡ്മിഷൻ ലഭിക്കുക. അതിൻ്റെയും വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് തുല്യതയുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരുപാട് സാധ്യതകളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് തന്നെയാണ്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൂടെ കൃത്യമായി നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ +2കാർക്കുള്ള കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ്. അപ്പോൾ 2 കോഴ്സ് നമ്മൾ പറഞ്ഞു, ഒന്ന് ബാച്ചിലർ ഓഫ് ഡിസൈൻ, രണ്ടാമത്തത് BHMCT അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ്. അപ്പോൾ ഈ 2 കോഴ്സിൻ്റെയും ഡിഗ്രി തലത്തിലുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടാണ് +2ൻ്റെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, നിങ്ങളുടെ എൻട്രൻസ് പരീക്ഷ ലഭിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതിനനുസരിച്ച് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയുമാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഡിഗ്രി ലെവലിൽ അല്ലെങ്കിൽ മറ്റു ലെവലിലെ ഹയർ ലെവലിലെ കോഴ്സ് നോക്കാം. അതായത് ഒന്നാമത്തത് MCA കോഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സാധ്യതകൾ വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സ് തന്നെയാണ് MCA കോഴ്സ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഈ പറഞ്ഞ മെയ് 22 വരെയാണ്. അപ്പോൾ MCA കോഴ്സ് ആർക്കൊക്കെയാണ് എടുക്കുക? ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഏറ്റവും മുകളിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഹോം ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MCA കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട യോഗ്യത ശ്രദ്ധിക്കുക, ജസ്റ്റ് ഏതെങ്കിലും ഒരു വിഷയത്തിലെ ഡിഗ്രി അതായത് BA, BTech, BSc, BCom, BA, BVoc, BCA ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സും അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ഒരു വിഷയമായിട്ട് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 തലത്തിലോ അല്ലെങ്കിൽ ബിരുദ തലത്തിലോ പഠിച്ചിരിക്കണം. ഈ +2 അല്ലെങ്കിൽ ഡിഗ്രി തലത്തിൽ മാത്തമാറ്റിക്സ് ഒരു വിഷയം പഠിച്ചിരിക്കണം. ഇനി അഥവാ മാത്തമാറ്റിക്സ് പഠിക്കാത്തവരാണെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് തലത്തിൽ നിർദ്ദേശിക്കുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സിൽ യോഗ്യത നേടേണ്ടതായിരിക്കും. അപ്പോൾ അതിൽ പഠിക്കാത്തവരെ സംബന്ധിച്ചും ഈ ഒരു ബ്രിഡ്ജ് കോഴ്സിൽ യോഗ്യത നേടിയാൽ മതി. ഇനി അല്ലാത്തവരൊക്കെ ഓൾറെഡി മാത്തമാറ്റിക്സ് പഠിച്ചവർക്കാണെങ്കിൽ ജസ്റ്റ് എനി ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന MCA കോഴ്സിന് അപേക്ഷ കൊടുക്കുവാനും അതിൻ്റെ പരീക്ഷ എഴുതി അഡ്മിഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ഇനി അതേപോലെ
ലെവലിൽ അവസാനമായിട്ട് മറ്റൊരു ഇപ്പോൾ വിളിച്ചുള്ള കോഴ്സ് കൂടി നോക്കാം. അത് ബിടെക് ലാറ്ററൽ എൻട്രി കോഴ്സാണ്. അപ്പോൾ ആർക്കൊക്കെ ബിടെക് ലാറ്ററൽ എൻട്രി കോഴ്സ് അപേക്ഷ കൊടുക്കാൻ സാധിക്കും അതും നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുന്ന കാര്യം 22/5 വരെ തന്നെയാണ്. അതിൻ്റെയും നോട്ടിഫിക്കേഷൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലാറ്ററൽ എൻട്രി കോഴ്സിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന് പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. അതായത് 3 വർഷം അല്ലെങ്കിൽ 2 വർഷത്തെ ലാറ്ററൽ എൻട്രി ദൈർഘ്യമുള്ള എഞ്ചിനീയറിംഗ് ടെക്നോളജി ഡിപ്ലോമ കോഴ്സ് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡ് അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനങ്ങൾ AICTE അംഗീകൃത സ്ഥാപനം നേടിയ 3 വർഷത്തെ DVOC കോഴ്സ്. ഇനി അതും അല്ലെങ്കിൽ +2 തലത്തിൽ മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിച്ച് UGC അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ BSc ബിരുദം. അപ്പോൾ BSc ബിരുദം എടുത്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ DVOC എടുത്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള കോഴ്സ് എടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന ബിടെക് ലേറ്ററൽ എൻട്രി അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും 2 കോഴ്സുകൾ +2കാർക്കും 2 കോഴ്സുകൾ ഡിഗ്രി തലത്തിലുള്ള കോഴ്സുകളുമാണ് LBSൻ്റെ ഭാഗത്ത് നിന്ന് വിളിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കോഴ്സായിട്ടുള്ള പാരാമെഡിക്കലും BSc നഴ്സിംഗും ഡിപ്ലോമ കോഴ്സുകളും LBSൻ്റെ ഭാഗത്തു നിന്ന് മെയ് മാസത്തോട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന നിരവധി തൊഴിൽ സാധ്യതകൾ വളരെ ടോപ്പ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന LBSൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളെ അറിയിക്കുന്നവരും. അതുകൊണ്ട് കൃത്യമായിട്ട് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഈ സ്ഥലത്തിലൂടെ ഒരു ഷെയർ ചെയ്ത് കൊടുക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.